ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. കിഴക്കേപ്രേം GUPS സ്കൂളിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. GUPS കിഴക്കേപ്രേം സ്കൂളിൽ 2025 ഒക്ടോബർ 23-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. LKG മുതൽ 7-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവർക്ക് കിട്ടിയ വിഭവങ്ങൾ കൊണ്ടുവന്നു. LKG കുട്ടികൾക്ക് ആവിയിൽ വേവിച്ച വിഭവം, UKG കുട്ടികൾക്ക് വിവിധതരം ദോശകൾ, 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പയറ് വിഭവങ്ങൾ, 2-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിവിധതരം പുട്ടുകൾ, 3-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അച്ചാറുകൾ, 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇലക്കറികൾ, 5-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിവിധതരം ചമ്മന്തികൾ, 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 4 മണി പലഹാരങ്ങൾ, 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങൾ എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ ക്ലാസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിക്കൊണ്ടുവന്നു. ഈ ഭക്ഷ്യദിനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭക്ഷണം കിട്ടാതെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ജീവിക്കുന്നു എന്നുള്ളതും ആഹാരം വേസ്റ്റാക്കി കളയാതെ അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഭക്ഷ്യദിനങ്ങൾ ആചരിച്ചിരുന്നത്. ഇവിടെ നമ്മുടെ HM വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗൺസിലർ പറഞ്ഞതുപോലെ ഒരു 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ഫെസ്റ്റ് നടത്തുന്നത്. ഇതിനകത്ത് ഇപ്പം പല ഭക്ഷണങ്ങളും നമ്മുടെ കുട്ടികൾ കഴിക്കില്ല. അവർക്ക് ഒരേ മാതിരിയുള്ള ഭക്ഷണങ്ങളിൽ മാത്രം നമ്മുടെ രക്ഷിതാക്കളും എളുപ്പം ചെയ്യാവുന്ന അല്ലെങ്കിൽ എളുപ്പം കൊടുക്കാവുന്ന ഭക്ഷണങ്ങളിലേക്ക് മാറും. വളരെ രുചികരവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത്. വിവിധതരം വിഭവങ്ങൾ കൊണ്ട് ഭക്ഷ്യമേള അതിഗംഭീരമായി നടന്നു. കൂടാതെ ഭക്ഷ്യമേളയിൽ രക്ഷിതാക്കളുടെ മത്സരമുണ്ടായിരുന്നു. കുക്ക് വിത്തൗട്ട് ഫയർ ആയിരുന്നു മത്സരം. രക്ഷകർത്താക്കൾ വളരെ ഉത്സാഹത്തോടും മത്സര ബുദ്ധിയോടും കൂടി പങ്കെടുത്തു. ഓരോ വിഭാഗത്തിനും ഓരോ തരം ഐറ്റമാണ് കൊടുത്തിരുന്നത്. അതനുസരിച്ച് വീട്ടുകാരുടെ സഹായത്തോടു കൂടി ഭക്ഷണം കൊണ്ടുവരികയും അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും എല്ലാ ഭക്ഷണങ്ങളും പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കാനും അതോടൊപ്പം രക്ഷിതാക്കളുടെ കുക്ക് വിത്തൗട്ട് ഫയർ എന്നുള്ള മത്സരവും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാ രക്ഷിതാക്കൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കൂടാതെ ഭക്ഷ്യമേളയുടെ പ്രാധാന്യത്തെപ്പറ്റി ബഹുമാനപ്പെട്ട HM ലത ടീച്ചർ, വാർഡ് കൗൺസിലർമാരായ സുകുമാരി, പ്രഭാവതി ടീച്ചർ, PTA പ്രസിഡന്റ് ഗ്രിബിൽ, ഗീതു, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പ്രദർശിപ്പിച്ച ഭക്ഷ്യവിഭവങ്ങൾ അധ്യാപകരും കുട്ടികളും കൗൺസിലർമാരും രക്ഷകർത്താക്കളും രുചിച്ചു നോക്കി. 12 മണിയോടുകൂടി ഭക്ഷ്യമേള സമാപിച്ചു. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കേരളീയർ ഭക്ഷണപ്രിയരാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ നമ്മളെ ഭക്ഷണത്തിനോടൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. അന്യ സംസ്ഥാന ഫുഡിനോടാണ് ഇന്നത്തെ കുട്ടികൾ ആശ്രയിക്കുന്നത്. അപ്പോൾ പ്രാചീന കാലം മുതലുള്ള ഭക്ഷണങ്ങളാണ് ഇന്നിവിടെ പ്രദർശിപ്പിച്ചത്. നമുക്കറിയാം, ആവിയിൽ വേവിച്ചത്, അതേപോലെ തന്നെ അങ്ങനെയുള്ള പലഹാരങ്ങൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂൾ വിട്ടുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ കുട്ടികൾ അതൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ഇന്ന് എല്ലാ കുട്ടികളും പരസ്പരം ഷെയർ ചെയ്തിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.